യെസ്, ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ മക്കളെ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് കാണണം, ഏരിയ കാണണം. ഇങ്ങോട്ട് മാത്രം നോക്കിയിരുന്നോളൂ. ഇതാണ് 40 ആംഗിള്. ഈ 40യുടെ ഓപ്പോസിറ്റ് കാണണം അവിടെ. അപ്പൊ നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക, ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് കാണേണ്ടത്. ഓപ്പോസിറ്റ് ആണ് കാണേണ്ടത്. ഈ റൈറ്റ് ട്രയാങ്കിളിൽ എന്താണ് തന്നത്? തന്ന സാധനത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഹൈപ്പോട്ടനസ്. സോ എന്റെ കുട്ടികൾക്ക് മനസ്സിലായോ ഇവിടെ ഏത് ഇക്വേഷനാ? ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ ഏതാണ്? സൈൻ. സോ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതി വെക്കുക. ഇതാണ് ഇക്വേഷൻ. സൈൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ആ എച്ച് എന്ന് എഴുതിയത് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ആക്ച്വലി അവിടെ എച്ച് ആണ് ഓപ്പോസിറ്റ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ എച്ച് എന്ന് എഴുതിയത്, ഹൈറ്റ് എന്നല്ല. എച്ച് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ്, ഹൈപ്പോട്ടനസ് എന്നല്ല കേട്ടോ. സൈൻ 40 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 10. Then all of you know very well about cross multiplication. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കൂ. എച്ച് ഈക്വൽ ടു ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സൈൻ 40 ഇൻറ്റു 10 സിമ്പിൾ അല്ലേ? സൈൻ 40 ഇൻറ്റു 10. സോ നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും അറിയോ? സൈൻ 40 നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അത് നിങ്ങൾ പഠിക്കണ്ട, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സൈൻ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.64 ഇൻറ്റു 10. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുള്ളതായിരിക്കും അടുത്ത പ്രശ്നം. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു പണിയില്ല, ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിപ്പിച്ചു തരുന്നത്. ഈ 64നെയും 10നെയും ഒന്നും നോക്കാതെ മൾട്ടിപ്ലൈ ചെയ്യുക. 64 ഇൻറ്റു 10 640. ഒന്നും നോക്കണ്ട, 64 ഇൻറ്റു 10 640. എത്ര പോയിന്റ് മാറ്റിയിടണം? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്, അതുകൊണ്ട് 2 ഡിജിറ്റ് മാറ്റിയിടുക. സോ 6.4 എന്ന ആൻസർ വരും. പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ 0 വന്നു കഴിഞ്ഞാൽ അത് ഇടേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യന്റെ ഏരിയ കാണാനാണ്. എങ്ങനെയാണ് ഏരിയ കാണുക? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വെരി സിമ്പിൾ ആണ്. എന്താണ് പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ബി ഇൻറ്റു എച്ച്. പഠിച്ചു വെച്ചോ. പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി ഇൻറ്റു എച്ച്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാണ് ഇവിടെ? 20. ഹൈറ്റ് എത്രയാണ് ഇവിടെ? 6.4. വേഗം മൾട്ടിപ്ലൈ ചെയ്യുക. 20 ഇൻറ്റു 64 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 പൊസിഷൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആൻസർ ആവും. 20 ഇൻറ്റു 64 മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 64 ഇൻറ്റു 2 128 അല്ലെ? 1280 കിട്ടും. എവിടെയാണ് പോയിന്റ് ഉണ്ട്? എവിടെയാണ് പോയിന്റ് ഉണ്ട്? സീറോന്റെ അപ്പുറത്താണ് പോയിന്റ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് സീറോന്റെ അപ്പുറത്ത് പോയിന്റ് ഇട്ട്? കണ്ടോ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ് ആണെങ്കിൽ 1 ഡിജിറ്റ് ഇപ്പുറത്താണ് പോയിന്റ് ഇടേണ്ടത്. മക്കളെ, ഇതിനാണ് 4 മാർക്ക്. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അറിയേണ്ടത്. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, വേഗം പഠിച്ചോളൂ.